ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മറുപടി. റഷ്യക്ക് നേരെ വന്നാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും, അത് നിങ്ങൾ പ്രതീക്ഷിക്കണം എന്നാണ് റഷ്യ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കണമെന്നും അല്ലെങ്കിൽ ശക്തമായിരിക്കുന്ന ഉപരോധമടക്കുന്ന സംവിധാനമെല്ലാം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് റഷ്യക്ക് നേരെ ഉണ്ടാകും എന്നുള്ള ഒരു ഭീഷണി സ്വരം അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് റഷ്യക്കെതിരെ വന്നിരുന്നത്. ആദ്യത്തെ ദിവസം ഇതിന് പ്രത്യേകമായിരിക്കുന്ന മറുപടി കാര്യങ്ങളൊന്നും പറയാതെ റഷ്യ ഏറെക്കുറെ സൈലന്റ് ആയിരുന്നു. പിന്നീട് ഇന്നലെയാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. റഷ്യക്ക് നേരെ വന്നാൽ തിരിച്ചടി ശക്തമായിരിക്കും. അമേരിക്ക തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ശക്തമായിരിക്കുന്ന രാജ്യമൊന്നുമല്ല, യുദ്ധം ചെയ്ത് പരിചയവും പരിജ്ഞാനവുമുള്ള രാജ്യം തന്നെയാണ് റഷ്യ എന്നതിനാൽ ഇസ്രായേലിനെ പോലെ തങ്ങളെ കാണരുത് എന്നാണ്. ആ പരാമർശത്തിന്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇസ്രായേലിനെ യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. താൻ അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ റഷ്യക്ക് ഇസ്രായേലിന് നൽകുന്ന ആയുധങ്ങളെല്ലാം നിർത്തിവെക്കും, സാമ്പത്തിക സഹായം നിർത്തിവെക്കും, അങ്ങനെ ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് ഇസ്രായേൽ മാറുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് നേരിട്ട് തന്നെ പറഞ്ഞതാണ്. ആ ഒരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇസ്രായേൽ എന്ത് ചെയ്തു? യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഖത്തറിനോട് തയ്യാറാണ് എന്ന് പറയുകയും കരാർ വ്യവസ്ഥയെല്ലാം ഏറെക്കുറെ ഫലസ്തീൻ പറഞ്ഞ അല്ലെങ്കിൽ ഹമാസ് പറഞ്ഞ കരാർ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇവിടെ പറയുന്ന കാര്യം ഇസ്രായേൽ നിലനിൽക്കുന്നത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ്. അമേരിക്ക ഒരു മണിക്കൂറെങ്കിലും ഇസ്രായേൽ സഹായിക്കുന്നില്ലെങ്കിൽ യുദ്ധം അവസാനിക്കും, അല്ലെങ്കിൽ അമേരിക്ക പരാജയപ്പെടുമെന്ന് മുൻപേ ഇറാൻ പറഞ്ഞതാണ്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ റഷ്യ പറയുന്നത്. അമേരിക്കയെ ആശ്രയിച്ച് നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നത് നിങ്ങൾ മറക്കരുത്. എന്നാൽ റഷ്യ അങ്ങനെയല്ല. റഷ്യ അമേരിക്കയോ മറ്റേതെങ്കിലും ലോകരാജ്യങ്ങളെ ആശ്രയിക്കുന്നതല്ല. ഞങ്ങൾ നേരിട്ട് എല്ലാവിധ സംവിധാന കാര്യങ്ങളും ഉള്ള ലോകത്തിലെ ശക്തി രാജ്യമാണ്. ഞങ്ങളെ ഭീഷണിപ്പെടുത്താനൊന്നും അമേരിക്ക വളർന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഉക്രൈന്റെ തലസ്ഥാനമായ കാർക്കീവിന്റെ ചില ഭാഗങ്ങൾ ഇന്ന് 2 ദിവസത്തിനിടെ തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം കൂടി നിങ്ങൾ ഓർക്കണം എന്നുകൂടിയുള്ള ഒരു സൂചന റഷ്യയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായും പൂർണ്ണമായോ രീതിയിലും നടപ്പിലാക്കാൻ ട്രംപിന് സാധിക്കില്ല എന്ന് റഷ്യയുടെ പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തി. അദ്ദേഹം പറഞ്ഞ കാര്യം താൻ അധികാരത്തിലേറി 24 മണിക്കൂറിനിടയിൽ റഷ്യൻ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു നടന്നതാണ്. ഇപ്പൊ മണിക്കൂർ 100 കഴിഞ്ഞിട്ടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിൽ എത്തിക്കാൻ വേണ്ടി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ കാര്യത്തിലൊന്നും ഒരു നടപടി എടുക്കാനോ അല്ലെങ്കിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രശ്നം തീർക്കാനോ സാധിക്കില്ലെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന തരത്തിലാണ്. അപ്പൊ മറ്റുള്ള 3-ാം ലോക രാജ്യങ്ങളെയും ദരിദ്ര രാജ്യങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് റഷ്യ വിലയിരുത്താൻ വേണ്ടി പറ്റില്ല. 2.5 വർഷത്തോളം അമേരിക്കയുടെ യുദ്ധക്കുറയനായിരിക്കുന്ന പ്രസിഡന്റ് ബൈഡൻ ഉക്രൈനെ സഹായിച്ചിട്ടും തങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഗ്രാമാന്തരങ്ങൾ തോറും പിടിച്ചെടുത്തുകൊണ്ട് അത് റഷ്യയുടെ ഭൂപ്രദേശത്തോടു കൂടി കൂട്ടിച്ചേർത്ത് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി റഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്ളാഡിമിർ പുടിന് വോട്ട് ചെയ്യാനുള്ള ജനാധിപത്യ അവകാശം അവർക്ക് വീഴ്ച നൽകിയതൊക്കെ ലോകം കണ്ടതാണ്. അങ്ങനത്തെ ഞങ്ങളെയാണോ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത് എന്ന തരത്തിലാണ്. ഈ യുദ്ധം ഇത്രയേറെ നീണ്ടുപോകാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഉക്രൈനെ പരസ്യമായ രീതിയിൽ റഷ്യ സഹായിച്ചിട്ടുണ്ട്, അമേരിക്ക സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡനുമായിട്ട് നടത്തിയ സമയത്തെല്ലാം യുദ്ധം നീണ്ടുപോകട്ടെ, അതല്ലെങ്കിൽ റഷ്യക്ക് കീഴ്പ്പെടേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ള രാജ്യങ്ങളിലെ യൂറോപ്യൻ രാജ്യങ്ങളിലെയൊക്കെ അത് ബാധിക്കും. ഉക്രൈൻ കഴിഞ്ഞാൽ അടുത്ത രാജ്യത്തേക്ക് യുദ്ധപ്രഖ്യാപനവുമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ ഇവിടെ തന്നെ പരാജയപ്പെടുത്തണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയും അതിന് ആനുപാതികമായ രീതിയിൽ സഹായം നൽകിയത് കൊണ്ടാണ് യുദ്ധം അത്ര നീണ്ടുപോയത്. 2.5 വർഷത്തോളമായി ഏകദേശം യുദ്ധം തുടങ്ങിയിട്ട്. അപ്പോ നിയുക്ത പ്രസിഡന്റ് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യുദ്ധവിരാമമാണ് തന്റെ ലക്ഷ്യമെന്ന് ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് വോട്ടർമാരോട് തന്നെ പറഞ്ഞതാണ്. അതേറെക്കുറെ അമേരിക്കക്കാർ വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അത് ചതി പോലെ ആയിപ്പോയി. ഭീഷണി സ്വരത്തിലോടുകൂടി അത് അവസാനിച്ചു. അതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം പറയുന്നത്, ഒപെക് രാഷ്ട്രങ്ങൾ
എണ്ണ നിയന്ത്രിക്കപ്പെട്ടാൽ, അതായത് സൗദി അറേബ്യ അടക്കം എണ്ണ നിയന്ത്രിക്കപ്പെട്ടാൽ ഈ യുദ്ധം വിരാമം ഉണ്ടാവും, അല്ലെങ്കിൽ യുദ്ധ അവസാനം ഉണ്ടാവും. ആ കാര്യത്തിൽ സൗദി അറേബ്യയുടെ സഹായം തങ്ങൾ തേടും, അല്ലെങ്കിൽ സൗദി അറേബ്യയുമായി ചർച്ച ചെയ്യും എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നു. ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളതും, തങ്ങൾ സ്വയം പര്യാപ്തം നേടിയ ലോകത്തിലെ വലിയ ശക്തി രാജ്യമാണ്, ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധം ശേഖരിക്കപ്പെട്ട രാജ്യമാണ്. അങ്ങനെ അതിനെ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാനോ ചെറുതാക്കാനോ വേണ്ടി അമേരിക്കക്ക് സാധിക്കുകയില്ല. യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള തന്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട പരിചയമുള്ള സൈനികരാണ് തങ്ങളുടെ മേഖലയിൽ അല്ലെങ്കിൽ തങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പുടിൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ട്രംപും പുടിനും തമ്മിൽ നല്ല സൗഹൃദ ബന്ധമാണ്. പല മേഖലയിലും അവർ ബൈഡന്റെ കാലഘട്ടത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്, യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് വിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോവുകയാണ്. എന്നാൽ അധികാരം ഏറ്റെടുത്തതിന് ശേഷം പെട്ടെന്നുണ്ടായിരുന്ന ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ പുടിനെയും അലോസരപ്പെടുത്തിയത്. അതിനുള്ള പ്രതികരണമാണ് അമേരിക്ക വലിയ ശക്തിയുള്ള രാജ്യമായിട്ട് തങ്ങൾ കാണുന്നൊന്നുമില്ല, തങ്ങൾ സ്വയം പര്യാപ്തം നേടിയ വലിയ രാജ്യം തന്നെയാണ്, അതുകൊണ്ട് തങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപരോധം നടത്തുക, അല്ലെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക, ഇതൊക്കെ മുൻപേ റഷ്യ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തതാണ്. 50 വർഷക്കാലം അമേരിക്കയുമായിട്ട് ശീതസമരം നടത്തിയിട്ടും വല്ലാത്തൊരു വിജയമൊന്നും അമേരിക്കക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇങ്ങനെ യഥാർത്ഥത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള അകലുന്ന ആദ്യത്തെ വെടിവെച്ചയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ റഷ്യയുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് റഷ്യയെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങളും അതോടൊപ്പം തന്നെ ഉക്രൈനിൽ നിന്ന് പുറത്തിറങ്ങുന്ന പത്രമൊക്കെ തുല്യമായ രീതിയിൽ തന്നെ പറയുന്നത്. ഇസ്രായേലിനോട് താരതമ്യം ചെയ്തുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയെ ആശ്രയിച്ച് ജീവിക്കുന്ന രാജ്യമാണെന്നിരിക്കെ തത്തുല്യമായ രീതിയിൽ തങ്ങളുടെ രാഷ്ട്രത്തെയും കണ്ട രീതി തന്നെ ശരിയായിട്ടില്ല. റഷ്യയുടെ വലിപ്പവും അതിന്റെ മഹത്വവും അതിന്റെ സംവിധാനങ്ങളും അമേരിക്കയുടെ പ്രസിഡന്റ് കാണാതെ പോകുന്നത് നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. അത് മേഖലയിൽ സംഘർഷം ഉണ്ടാക്കുക എന്നല്ലാതെ സംഘർഷത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഈ വാചകങ്ങൾക്കൊക്കെ സാധിക്കുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് റഷ്യയുടെ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പല ആളുകളും പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ്. ഇതിപ്പോ മേഖലയിൽ വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. റഷ്യയും അമേരിക്കയും തമ്മിലുണ്ടാകുന്ന ഈ സംഘർഷാവസ്ഥ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിന് വീണ്ടും കാഠിന്യം കൂടാനുള്ള സാധ്യതയാണ്. അതോടൊപ്പം തന്നെ ഏറെക്കുറെ സമാധാനപരമായ രീതിയിൽ വിഷയം അവസാനിക്കുമെന്ന് മനസ്സിലാക്കിയ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികപരമായ രീതിയിൽ വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് കൂടി